ഒരുപക്ഷെ നെതന്യാഹുവിനേക്കാളും കൊടും വിഷമുള്ള രണ്ട് ജീവികളാണ് ഈ കാണുന്നത്. പണ്ടൊക്കെ പറയും ദൈവം പിന്നീട് കണക്ക് ചോദിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ആർക്കും സമയമില്ല, അതുപോലെ ദൈവത്തിനും സമയമില്ല. അതുകൊണ്ട് ചെയ്തതൊക്കെ ഇപ്പോൾ തന്നെ വാങ്ങിച്ചിട്ട് പോയിക്കൊള്ളണം. അപ്പം കിട്ടിയിരിക്കും. അതായത് ഓൺ ദ സ്പോട്ടാണ്. ചെയ്തത് എന്താണോ അതിനുള്ളത് കിട്ടിയിരിക്കും. കിട്ടി ബോധിച്ചിട്ടുണ്ട് അവർക്ക്. എന്താണെന്നല്ലേ പരിശോധിക്കാം. അതിനു മുമ്പായി ഇവർ ആരാണെന്ന് നോക്കണ്ടേ. ഇയാളെ ഏതാണ്ട് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ചുരുക്കി പറഞ്ഞു തരാം. ഇസ്രായേലിലെ മിനിസ്ട്രി ഓഫ് നാഷണൽ സെക്യൂരിറ്റി ആണ് ഇയാൾ. ഇയാളാണ് പലസ്തീനികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നിയമം രൂപകൽപ്പന ചെയ്തിട്ടുള്ള എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആ നിയമം കൊണ്ടുവന്നത് ഇയാളാണ്. അതിനുശേഷം ആ നിയമം പാസ്സായപ്പോൾ ഇയാളുടെ സന്തോഷ പ്രകടനം ലോകം മുഴുവനും കണ്ടതാണ്. ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം, കാണാം. השר, על מה כל החגיגה? מוות למחבלים עבר היום, חוק מוות למחבלים, היסטוריה. בעזרת השם בקרוב, אחד להוציא להורג כל אלה שטבחו ורצחו ושרפו. לחיים, לחיים ישראל. ഇത് മാത്രമല്ല, ഇതിനു മുൻപ് അവിടെ പാർലമെന്റിൽ നിന്ന് ഈ ബില്ല് പാസ്സായപ്പോൾ അയാളുടെ സന്തോഷം കാണണമായിരുന്നു. അതായത് ആളുകളെ കൊല്ലാനുള്ള നിയമം ഉണ്ടാക്കിയപ്പോൾ അയാളുടെ മുഖത്തുണ്ടായിരുന്ന ആ സന്തോഷം ഇയാളെയൊക്കെ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷേ ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചെയ്തതിനൊക്കെ താൻ കണക്ക് പറയേണ്ടി വരുമെന്ന്. അത് പിന്നീടല്ല, ഇപ്പോൾ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് 7-ാം തീയതി ഹൈഫയിൽ ഉണ്ടായിട്ടുള്ള സ്ട്രൈക്കിൽ ഇയാളുടെ വെപ്പാട്ടി ഓർ ഗേൾ ഫ്രണ്ട് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് അറിയില്ല. പക്ഷെങ്കിൽ എന്തായാലും അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ഫോട്ടോ ആണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ അയാളുടെ മുഖം? കണ്ടില്ലേ അയാളെ സന്തോഷം അങ്ങും പോയിട്ടുണ്ട്. അതായത് ദൈവം കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് ചോദിച്ചിരിക്കും. അതിനുള്ളത് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈഫയിൽ ഉണ്ടായിരുന്ന സ്ട്രൈക്കിലാണ് ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വാർത്തയാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് ഇസ്രായേലിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇസ്രായേലിലെ ഇയാൾ കണ്ടില്ലേ, ഇസ്രായേലിലെ ഡിഫൻസ് മിനിസ്റ്ററാണ് ഇയാൾ. ലെബനനിലെ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ടിട്ട് വരാം. למעלה מ-200 מחבלים חוסלו אתמול והביאו את מספר המחוסלים במערכה הזאת למעל 1,400. ארגון הטרור חיזבאללה משווע להפסקת אש, וגם פטרוניו האיראנים לוחצים ומאיימים מחשש כבד שישראל תרסק את החיזבאללה. പറഞ്ഞത് കേട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സ്ട്രൈക്കിൽ ഏതാണ്ട് 200 പേരോളം 200 തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് മൊത്തത്തിൽ ഈ ക്യാമ്പയിനിൽ ഏതാണ്ട് 1400ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അയാൾ മീൻ ചെയ്തിട്ടുള്ളത്. കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാക്കണം, തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അതുപോലെ പിന്നീട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൽ പ്രഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഹിസ്ബുള്ള സീസ് ഫയറിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നാൽ ലെബനനിൽ യഥാർത്ഥത്തിൽ മരണക്കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ലെബനനിൽ അത് ഇന്നലെ വരെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ടോട്ടൽ 1530 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. 4812 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലെബനനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 130 പേർ, അതായത് കൊല്ലപ്പെട്ട 130 പേർ കുട്ടികളാണ്. ഈ കുട്ടികളെ അടക്കമാണ് ഇയാൾ തീവ്രവാദി എന്ന് വിളിച്ചിട്ടുള്ളത്. ഈ കുട്ടികൾ എന്താണ് ഈ കുട്ടികൾ ചെയ്തിട്ടുള്ളത്? ഈ കുട്ടികൾക്ക് എന്താണ് അറിയുക ഇയാൾ ഈ തീവ്രവാദി എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട്? അതുപോലെ ഇവർ 158ഓളം മെഡിക്കൽ സ്റ്റാഫിനെ കൊന്നിട്ടുണ്ട്. 57 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ട്. അതായത് 158 മെഡിക്കൽ സ്റ്റാഫാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇവരുടെ എയർ സ്ട്രൈക്ക് മൂലം. കൊലാറ്ററൽ ഡാമേജ് ഈ 1500ഓളം പേർ കൊലാറ്ററൽ ഡാമേജോ എന്താണ്? അപ്പോൾ ഇവർ പറയുന്ന, അതായത് തീവ്രവാദി കൂട്ടത്തിൽ ഈ ഒരു 158 മെഡിക്കൽ സ്റ്റാഫുമുണ്ട്. ജേർണലിസ്റ്റിനെ വേറെ കൊന്നിട്ടുണ്ട്. ആ കണക്ക് വേറെ വരുന്നുണ്ട്. അതായത് ജേർണലിസ്റ്റിനെ കൊന്നിട്ടുണ്ട്. ഇവർ കൊല്ലുന്ന ജേർണലിസ്റ്റൊക്കെ ആണെന്നാണ് ഹമാസ് ആയിട്ടോ അല്ലെങ്കിൽ ഹിസ്ബുള്ള ആയിട്ടോ ബന്ധം ഉള്ള ആളുകളാണെന്നാണ് ഇസ്രായേൽ എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 700ഓളം റിപ്പോർട്ടുകൾ പറയുന്നത് 700ഓളം ടോട്ടൽ, അതായത് ഈ 2023 ഒക്ടോബർ മുതൽ ഇങ്ങോട്ടേക്ക് 700ഓളം ജേർണലിസ്റ്റുകളെ ഇസ്രായേലി കൊന്നിട്ടുണ്ട്. കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യമാണ് ഇവർക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ട്, അതായത് ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹമാസോ ആയിട്ടോ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ അങ്ങ് തീർക്കും. അതുപോലെ
93 അറ്റാക്ക് ഓൺ എമർജൻസി മെഡിക്കൽ സർവീസിൽ 93 അറ്റാക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ 75 ഹോസ്പിറ്റൽസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 20 ഹെൽത്ത് സെന്റേഴ്സ് ശരി എഫക്ട് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടില്ല, അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 75ഓളം ഹോസ്പിറ്റൽസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ലബനനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് തീവ്രവാദികളെയാണ്. ഈ 130 കുട്ടികൾ, ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, 130 കുട്ടികൾ, 156ഓളം മെഡിക്കൽ സ്റ്റാഫുകൾ, ഇവരൊക്കെ തീവ്രവാദികളാണ്. ഇവരൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്? ആദ്യത്തെ അങ്ങേരെ കണ്ടില്ലേ, മിനിസ്റ്റർ ഓഫ് നാഷണൽ സെക്യൂരിറ്റി, അയാൾക്ക് കിട്ടിയത് കണ്ടില്ലേ? അതേപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് ഇയാൾക്കും ദൈവം വെച്ചിട്ടുണ്ടാവും, കാത്തിരുന്നോളൂ, കാണാം. അതുപോലെ നെതന്യാഹുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നെതന്യാഹുവിന്റെ ഈ വരുന്ന ഇലക്ഷനിൽ എന്തായാലും പൊട്ടുന്ന ഏകദേശം തീരുമാനമുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെതന്യാഹുവിനെതിരെയുള്ള കേസിന്റെ ട്രയൽ ഈ സൺഡേ തുടങ്ങും. ദൈവം അങ്ങേർക്കും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാതിരിക്കില്ല. അത് നമുക്ക് വളരെ വൈകാതെ തന്നെ കാണാം. ഇനി ഇറാനിൽ നിന്ന് വരുന്ന കുറച്ച് വാർത്തകളാണ്. ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത്, ഈ സീസ് ഫയറിന്റെ ഡീലിൽ ഇപ്പോ പാകിസ്ഥാനിൽ അവസാനത്തെ, അതായത് ഫൈനൽ ഡീൽ അഗ്രിമെന്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ച ഇന്ന് നടക്കാൻ പോകുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ ഇറാന്റെ നെഗോഷിയേറ്റർ എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്നാൽ അത് തെറ്റാണെന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു ഡയലോഗ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപായി ലബനനിലും സീസ് ഫയർ നടക്കണം. അതായത് ഇസ്രായേൽ ലബനനെ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ടോക്ക്, അതായത് ഒരു പീസ് ടോക്ക് നടക്കുകയുള്ളൂ. അല്ലാതെ പീസ് ടോക്കിന് തയ്യാറല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു എവിളാണ്, അതുപോലെ എൻറ്റയർ ഹ്യൂമാനിറ്റിക്ക് ശാപമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേലി എന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റും കൂടിയാണെന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പോസ്റ്റ് എക്സ്പോസ്റ്റ് ആണ്, എക്സിൽ നിന്നും ഇപ്പൊ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ ട്രംപ് അണ്ണൻ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വേറെ വഴിയില്ലല്ലോ പാകിസ്ഥാനിൽ, അവരങ്ങത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ഇസ്രായേലിനോ US-നോ യാതൊരു തരത്തിലുള്ള ഒരു ഹെൽപ്പും ഒരു രാജ്യവും കൊടുത്തിട്ടില്ല. കാരണം തെറ്റുകൾ ചെയ്തിട്ടുള്ളത് അവർ തന്നെയാണെന്ന് ലോകത്തിലെ എല്ലാവർക്കും ബോധ്യമുണ്ട്. എന്നാലും ചില ആളുകളുണ്ട്, നമ്മളെ രാജ്യത്തടക്കമുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അതൊരു പ്രത്യേകം, എനിക്ക് തോന്നുന്നു, ഒരു മതത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ കാരണത്താലാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ മോറൽ വാല്യൂ, എത്തിക്കൽ വാല്യൂ ഒക്കെ ശരിക്കും നോക്കിയിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇസ്രായേലിനെയോ US-നെയോ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല.